സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വന്ന് നിറയും. നമുക്ക് ഏറ്റവും ആവശ്യമായ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂർ ദൈവകരുണയുടെ മണിക്കൂറാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈ പ്രാർത്ഥനയിലേക്ക്, ഈ മണിക്കൂറിലേക്ക് നമ്മളെ എത്തിച്ച ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് അനന്ത കാരുണ്യമാണ്, അവിടുന്ന് അനന്ത സ്നേഹമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞങ്ങൾ ഒന്നുചേർന്നങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരുണയിലേക്ക്, സ്നേഹത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുസ്തകസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുവാനും ഒപ്പം ആ കാരുണ്യം പ്രാപിക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ദൈവകരുണയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം അനുകരണീയം. മറിയത്തെ അനുകരിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവ കരുണയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല. കാരണം കരുണയുടെ മറിയം എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ അനുകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഏറ്റവും വിലപ്പെട്ട കാര്യം. പറയുണ്ട്, അനുകരിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവ കരുണയ്ക്ക് ഒരു കുറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മറിയത്തെ പല രീതിയിൽ നമുക്ക് അനുകരിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച 10 സ്വർഗീയ പുണ്യങ്ങളുണ്ട്. ഈ പുണ്യങ്ങൾ അനുകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവ കരുണയ്ക്ക് അവ നമ്മെ യോഗ്യരാക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഒന്നാമത്തെ ദൈവിക പുണ്യമാണ് അഗാധമായ എളിമ. മറിയത്തെ അലങ്കരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യം അഗാധമായ എളിമ. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എളിയവരിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ്. എളിയവരിൽ നിന്നുയരുന്ന പ്രാർത്ഥന വിനീതന്റെ പ്രാർത്ഥനയാണ്. അത് സ്വർഗം തുളച്ച് സ്വർഗത്തിലെത്തും, അല്ല, മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്.
അതാണ് പ്രഭാഷകന്റെ പുസ്തകം 35:21 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനമെടുത്താൽ അവിടെ പറയുന്നത്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് അഗാധമായ എളിമ, തന്നെ താഴ്ത്തിയ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ദൈവം എത്രമാത്രം മറിയത്തെ ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എളിമ മനുഷ്യരെ മാലാഖയെ പോലെയാക്കും, എന്നാൽ അഹങ്കാരം മാലാഖയെ പോലും തകർത്ത് തരിപ്പണമാക്കും. ഇത് ദൈവവചനത്തിൽ പോലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെ വായിച്ചാൽ ഒരു മാലാഖയ്ക്ക് പോലും വീഴ്ച സംഭവിച്ചത് അഹങ്കാരം മൂലമാണ്. പറയുണ്ട്, അഗാധമായ എളിമ ഓരോ കത്തോലിക്ക വിശ്വാസിയും ധരിക്കേണ്ട ഒരു ആഭരണമാണ്, ദൈവിക പുണ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമത്തെ ഒരു ദൈവിക പുണ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് സജീവ വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസം. വിശ്വാസം നമ്മൾ പറഞ്ഞിടുന്ന പോരാ, അത് ജീവിക്കണം. ലിവിങ് ഫെയ്ത്ത്, അതിന് ദൈവ കരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കാൻ പറ്റും. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, മർക്കോസ് 9:23 വായിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. യാക്കോസ് ലീഗ 5:15 വായിച്ചാൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പറയുണ്ട്, വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. ആ വലിയ വിശ്വാസത്തിന്റെ ഉടമയായി നമ്മൾ മാറുമ്പോൾ ദൈവ കരുണയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് അന്ധമായ അനുസരണം. അനുസരണത്തിന് വലിയ പ്രതിഫലമുണ്ടെന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തനം പുസ്തകം 11-ാം അധ്യായം എടുത്താൽ 27-ഉം 28-ഉം വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അനുസരിച്ചാൽ അനുഗ്രഹം, ധിക്കരിച്ചാൽ വാള്. പറയട്ടെ, അനുസരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ അനുസരണം, കുരിശുമരണത്തോളം അനുസരണമുള്ളവനായ യേശുവിനെ കുറിച്ച് ഫിലിപ്പിയർ 2:8 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 1:38 വായിക്കുമ്പോൾ മറിയത്തിന്റെ അനുസരണം. ഇനി ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നിറവേറട്ടെ, അതിനുവേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ ബലികഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പറയുണ്ട്, അന്ധമായ അനുസരണത്തിന്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ. ഇതൊരു സ്വർഗീയ പുണ്യമാണ്. ഈ പുണ്യത്താൽ നമ്മൾ അലങ്കരിക്കപ്പെട്ടാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അടുത്തതാണ് നിരന്തരമായ പ്രാർത്ഥന. മറിയത്തെ അലങ്കരിച്ച ഒരു ദൈവിക പുണ്യമാണ് നിരന്തരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദൈവമക്കൾക്ക് ആവശ്യമാണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് 17-ാമത്തെ വചനം, നിരന്തരമായ പ്രാർത്ഥന ദൈവമക്കൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇടവിടാതെയുള്ള പ്രാർത്ഥന, അതാണ് നിരന്തരമായ പ്രാർത്ഥന, നമ്മുടെ അലങ്കാരമായി മാറേണ്ട ഒരു കാര്യമാണ്. അടുത്തത് എല്ലാറ്റിലും ആശാനിഗ്രഹം. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൂടെ ആത്മീയമായിട്ട് ഒരുപാട് അനുഗ്രഹം പ്രാപിക്കാൻ, വളർച്ച പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 5:16 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അത് ആശാനിഗ്രഹത്തിന് ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ആത്മീയ തലത്തിൽ വലിയ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്,
ആശാനിഗ്രഹം നടത്തിയ ചെറുപ്പക്കാർ. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു. ആത്മീയ തലത്തിൽ ഒരുപാട് പുരോഗതി, അഭിഷേകം ഇതെല്ലാം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 10-ാം അധ്യായം എടുക്കുമ്പോഴും 3 മുതലുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 3 ആഴ്ചക്കാലത്തേക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാതെ, സുഗന്ധതൈലം പൂശാതെ ത്യാഗോജ്ജലമായിട്ട് പ്രാർത്ഥിച്ച ദാനിയേല്, അവന് ദൈവിക ദർശനമുണ്ടായി. ആത്മീയ നന്മകൾ പ്രാപിക്കാൻ വളരെ നല്ലതാണ് ആശാനിഗ്രഹം നമ്മൾ നടത്തുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം. അടുത്തതാണ് ഊഷ്മള സ്നേഹം. പരിശുദ്ധ അമ്മയെ അലങ്കരിച്ച ഒരു പുണ്യമാണ് ഊഷ്മള സ്നേഹം. ദൈവത്തിന് നമ്മോടുള്ളത് ഊഷ്മള സ്നേഹമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. 20-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യാക്കോബേ, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു. ഇതാണ് ഊഷ്മള സ്നേഹം. ഈ സ്നേഹമാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാം. അടുത്തൊരു സ്വർഗീയ പുണ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് വീരോചിതമായ ക്ഷമ. നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ കന്യകാമറിയത്തെ വേദനിപ്പിച്ച പല സംഭവങ്ങളുണ്ടായി. സ്വന്തം മകനെ അകാരണമായി പീഡിപ്പിച്ചു. പക്ഷേ ആ പീഡിപ്പിച്ചവരോട് ഒരു വാശിയോ വൈരാഗ്യമോ ഇല്ലാതെ ഹൃദയം നിഷ്കളങ്കമായി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. ഇത് വീരോചിതമായ ക്ഷമയാണ്. ലൂക്കായുടെ സുവിശേഷം 23:34 വായിച്ചാൽ തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയും നമുക്ക് കാണാൻ പറ്റും. അടുത്ത ദൈവിക പുണ്യമാണ് ദൈവിക പരിശുദ്ധി. നമുക്കറിയാം, ദൈവമക്കൾ പിതാവായ ദൈവത്തെ പോലെ പരിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ, പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം, കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. അടുത്തത് മാലാഖയെപ്പോലുള്ള മാധുര്യം. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് മധുരം പകരേണ്ട ഒരു ജീവിതമാണ്. നമ്മൾ ദൈവത്തിൽ നിന്നും ആ മാധുര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവർക്ക് ആ മാധുര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അവരുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു കയ്പിൻ്റെ അനുഭവം ആകില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവിക ജ്ഞാനം. മറിയത്തെ അലങ്കരിച്ച ഒരു ദൈവിക പുണ്യമാണ് ദൈവിക ജ്ഞാനം. സുഭാഷിതങ്ങൾ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും ഉപരിയായി നാം നടത്തേണ്ട ഒരു കാര്യമാണ് ജ്ഞാനസമ്പാദനം. ഹൃദയം ജ്ഞാനമുള്ളതായി മാറണം, മനസ്സ് വിവേകമുള്ളതായി മാറണം. ഇതിനു വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 6-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ, ചെറുപ്പത്തിലെ ജ്ഞാനം സമ്പാദിക്കുന്നവർക്ക് പ്രായമാകുമ്പോഴും അജ്ഞാന സമ്പാദനം തുടരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മറിയത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ ദൈവിക പുണ്യങ്ങളാണ് അനുകരിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണയുടെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പസമയം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെ ധ്യാനിച്ചവരാണ് നമ്മൾ. ഇവിടെ പ്രത്യേക ഒരു ഉദ്ദിഷ്ട കാര്യം കർത്താവിനെ ഏൽപ്പിച്ച് നമ്മളെ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അത് നിറവേറി കിട്ടും എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം.
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മയും നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളും ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.